ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ വൈകിട്ടത്തെ എപ്പിസോഡിനോട് ബന്ധപ്പെട്ട് ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ചോദിക്കുകയാണ്, ടീം നെസ്റ്റ് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തത് ഋഷിക്കാണല്ലേ, എന്ത് തോന്നുന്നു ഋഷി എന്ന് ഋഷിയോട് ചോദിക്കുകയാണ് ലാലേട്ടൻ. ഋഷി പറയുന്നു, ഫസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി എനിക്ക് തന്നപ്പോൾ. തുടർന്ന് ലാലേട്ടൻ ജാസ്മിനോടാണ് സംസാരിക്കുന്നത്. ജാസ്മിനാണല്ലേ ആദ്യം വിട്ടുകൊടുക്കുവാൻ തയ്യാറായത്, എന്താണ് ജാസ്മിൻ അങ്ങനെ ചെയ്യുവാൻ കാരണം? അപ്പോൾ ജാസ്മിന്റെ മറുപടി, എനിക്കറിയാം അത് ലാസ്റ്റിൽ എന്നിലേക്ക് വരുത്തില്ല എന്ന്, ആ ഉറപ്പ് എനിക്കുണ്ട്. മാത്രവുമല്ല, ഇന്ന ആള് കൊണ്ടുപോകുന്നതിൽ എനിക്ക് വലിയ സങ്കടവുമൊന്നുമില്ല. അടുത്ത് സിജോയുടെ വാക്കുകളാണ്, വിട്ടുകൊടുക്കൽ അതിനോട് എനിക്ക് അത്ര താല്പര്യം അങ്ങോട്ട് തോന്നിയില്ല എന്നാണ് സിജോ അഭിപ്രായം പറയുന്നത്. അൻസിബയുടെ ഊഴമെത്തിയപ്പോൾ വളരെ കൃത്യമായിട്ട് ആക്രമണ തന്ത്രവുമായിട്ട് തന്നെയാണ് അൻസിബ സംസാരിക്കുന്നത്. ചില സമയത്ത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതും ഒരു വിജയമാണ്. ആ വിജയം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോട്ടുകളായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ജാസ്മിൻ ചിന്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൻസിബ ഇത് സംസാരിക്കുമ്പോൾ അഭിഷേകിന്റെയും ഋഷിയുടെയും അർജുന്റെയും ഒക്കെ മുഖം ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും ചിരിയിലുമൊക്കെയാണ് അത് കേട്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ജാസ്മിനോട് അൻസിബയ്ക്ക് ശത്രുതയുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ജാസ്മിൻ അനുകൂലമായിട്ട് ഒരു വാക്കും പറയില്ല എന്ന് മാത്രമല്ല, പ്രതികൂലമായി സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് പറയുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അൻസിബ പറഞ്ഞിരിക്കുന്ന ഇത് അൻസിബയുടെ സ്വന്തം അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് ഇന്നലെ ജിൻഡോ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അവരൊരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായത് അവൾക്ക് പോസിറ്റീവായി പുറത്തു വരുവാൻ വേണ്ടിയാണ്. അവൾ അങ്ങനെ വിട്ടുകൊടുത്താൽ അത് വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ജിൻഡപ്പനാണ് ഇന്നലെ പറയുന്നത്. അത് കേട്ടിട്ടാണ് ഇന്ന് ആ അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് അൻസിബ പറയുന്നത്. ഇന്നലെ ഈ ബോണസ് പോയിന്റും ഒക്കെ കരസ്ഥമാക്കിക്കൊണ്ട് ഋഷി പെട്ടെന്ന് അൻസിബയും വിളിച്ച് റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അൻസിബ പറഞ്ഞത്, അവൾക്കൊരിക്കലും കിട്ടില്ല, നിങ്ങൾ ഒരിക്കലും അവൾക്ക് കൊടുക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവൾ വിട്ടു തന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ എടുത്തു പറഞ്ഞത്. ഒരിക്കലും എന്റെ ഭാഗത്തേക്ക് അത് വരില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഇവർ തമ്മിലുള്ള ഈ ശീതയുദ്ധം നിലനിൽക്കുന്നിടത്തോളം എനിക്ക് തോന്നിയ ഒരു കാര്യം, ജാസ്മിൻ അത് വിട്ടുകൊടുക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ എന്തായിരുന്നു പറയുക? അവൾ അങ്ങനെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അവൾ ഒരിക്കലും വിട്ടുതരില്ല. അവൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആർക്കും കിട്ടരുത് എന്നുള്ള വൃത്തികെട്ട മനോഭാവം. ഈ പട്ടിയൊട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ലെന്ന് പറയില്ലേ, അത് തന്നെയാണ് ജാസ്മിന്റെ മനോഭാവം എന്ന് പറയും. അപ്പോൾ ജാസ്മിന് ശരിക്കും വിട്ടുകൊടുക്കാനും പറ്റില്ല, വിട്ടുകൊടുക്കാതിരിക്കുവാനും പറ്റില്ല. രണ്ട് ചെയ്താലും അടി ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ജാസ്മിനെ വെളുപ്പിക്കാൻ വന്ന ജാസ്മിന്റെ PR എന്ന് കമന്റ് എഴുതുന്ന എല്ലാ ആൾക്കാരും എത്രയും വേഗം കമന്റ് ബോക്സിലേക്ക് ഇരച്ചു കയറണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.